വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ നടി കാവ്യ മാധവനെ ചോദ്യം ചെയ്തു. ആലുവയിലുള്ള ദിലീപിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഏറെ നീണ്ട നേരം ഒരു ചോദ്യം ചെയ്യലായിരുന്നോ നടന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഞ്ജു, ഇന്ന് രാവിലെ 11 മണി മുതൽ 5 മണി വരെ 6 മണിക്കൂറോളമാണ് നടി കാവ്യ മാധവനെ ഇന്ന് ചോദ്യം ചെയ്ത് ആലുവയിലെ ദിലീപിന്റെ വീട്ടിലെത്തിയായിരുന്നു ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത്. ഏകദേശം 6 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാവിലെ 11 മണിക്ക് എത്തിയ അന്വേഷണ സംഘം 5 മണി വരെ ഇന്ന് കാവ്യ മാധവന്റെ അമ്മ ശ്യാമളയെയും ചോദ്യം ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, കാക്കാട്ട് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ ഈ പൾസർ സുനി എത്തിയിരുന്നെന്നും അവിടെ ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ നൽകിയെന്നുമെല്ലാം പൾസർ സുനി കാക്കാട്ട് ജയിലിൽ നിന്ന് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാക്കാട്ട് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ എത്തി ഈ നടിയെ അപമാനിച്ച ദൃശ്യങ്ങൾ മാത്രമല്ല അവിടെ നിന്നും 2.5 ലക്ഷം രൂപ വാങ്ങിയതായും അന്ന് ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കാക്കാട്ട് ഷോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിച്ചതും പിന്നീട് ഇത് ലക്ഷ്യമാണെന്ന് മനസ്സിലായത്. ഈ ലക്ഷ്യയുടെ സ്ഥാപന ഉടമ കാവ്യയും കാവ്യയുടെ അമ്മയായ ശ്യാമളയുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് ഇപ്പോൾ പൾസർ സുനിയെ കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാവ്യയുടെ അമ്മയും ചോദ്യം ചെയ്തതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ലഭിച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ പൾസർ സുനിക്ക് എന്തുകൊണ്ട് ഇവിടെ നിന്നും 2 ലക്ഷം രൂപ പണം നൽകി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയും പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നായിരുന്നു അന്ന് ലക്ഷ്യയിൽ നിന്ന് ലഭിച്ച മറുപടി. തുടർന്ന് തൊട്ടടുത്ത സമീപത്തെ കടയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പൾസർ സുനി ആ ഷോപ്പിൽ എത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിലീപ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ കാരണം ഇവരുടെ കുടുംബ ബന്ധത്തിലുണ്ടായ ഒരു വിള്ളലാണെന്ന് തന്നെയാണ് പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധവും ഈ വിവാഹത്തിന് മുമ്പും ശേഷവുമുള്ള എല്ലാ ബന്ധങ്ങളെ സംബന്ധിച്ചും കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും 6 മണിക്കൂറോളം വിശദമായി പോലീസ് ചോദ്യം ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അഞ്ജു, ശരി, വ്യക്തമാണ്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ കോടതി നടപടികൾ പരസ്യമായി നടത്തരുതെന്ന് പ്രോസിക്യൂഷൻ. 1-ാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ വാദം നടക്കവെയാണ് പ്രോസിക്യൂഷൻ ആവശ്യമുന്നയിച്ചത്. ആക്രമിക്കപ്പെട്ട നടിക്ക് ദില്ലി നിർഭയയേക്കാൾ മോശപ്പെട്ട അനുഭവം ഉണ്ടാകുമായിരുന്നുവെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എസ് സുരേഷൻ അഭിപ്രായപ്പെട്ടു. കേസിൽ നടൻ ദിലീപിന്റെ റിമാൻഡ് അടുത്ത മാസം 8 വരെ നീട്ടിയ വിവരങ്ങളുമായി നികേഷ് ചേരുകയാണ്. നികേഷ്, ഇന്ന് കോടതിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് ഉണ്ടായത്? എന്തൊക്കെയായിരുന്നു വാദപ്രതിവാദങ്ങൾ? കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ എതിർത്തുള്ള വാദത്തിനിടെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുരേഷൻ രഹസ്യ വിചാരണ ആവശ്യപ്പെട്ടത്. സുനിയുടെ ജാമ്യാപേക്ഷ അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് പരിഗണിച്ചത്. ഇരയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായാണ് തുടർന്നുള്ള കോടതി നടപടികൾ രഹസ്യമായി വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് അഭ്യർത്ഥിച്ചത്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ചില സുപ്രധാനമായ വിവരങ്ങളും കോടതിയിൽ ഇന്ന് പറയുകയുണ്ടായി. രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ നടിക്ക് ദില്ലിയിലെ നിർഭയേക്കാൾ മോശപ്പെട്ട അനുഭവം ഉണ്ടാകുമായിരുന്നു. ഇത്തരത്തിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുരേഷൻ കോടതിയിൽ വ്യക്തമാക്കി. നടി മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് പ്രതിഭാഗത്തിന് നൽകരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. നടിയുടെ സ്വകാര്യതയ്ക്ക് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട തെളിവുകൾ നടി അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയ മൊഴിയും അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകിയ 164 മൊഴികളും നൽകുന്നത് ഇരയാക്കപ്പെട്ട നടിയുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും. കേസിലെ 11-ാം പ്രതിയായ നടൻ ദിലീപിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. അടുത്ത മാസം 8 വരെയാണ് റിമാൻഡ് നീട്ടിയത്. ആലുവ സബ് ജയിലിലാണ് ദിലീപ് ഉള്ളത്. ആലുവ സബ് ജയിലിൽ ഈ അടുത്ത മാസം 8 വരെ ദിലീപ് റിമാൻഡിൽ കഴിയേണ്ടി വരും. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീഡിയോ കോൺഫറൻസ് വഴിയാണ് ദിലീപിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. സ്കൈപ്പ് സംവിധാനം വഴിയാണ് അങ്കമാലി മജിസ്ട്രേറ്റും അതോടൊപ്പം തന്നെ ആലുവ സബ് ജയിലിലുള്ള ദിലീപും തമ്മിൽ സംസാരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന്
മജിസ്ട്രേറ്റ് ദിലീപിനോട് ചോദിച്ചു. മറ്റു വാദപ്രതിവാദങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. തുടർന്ന് ദിലീപിന്റെ റിമാൻഡ് കാലാവധി നീട്ടുകയായിരുന്നു. ഇത്തരത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ദിലീപിനെ ഹാജരാക്കാൻ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ അനുമതി തേടിയിരുന്നു. ഇത്തരത്തിൽ കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് ഇന്ന് ദിലീപിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. അഞ്ജു, ശരി, വ്യക്തമാണ്. നികേഷാണ് വിവരങ്ങൾ നൽകിയത്. പൾസർ സുനിയെ തെളിവെടുപ്പിനായി ചേർത്തലയിൽ എത്തിച്ചു. താൻ പറയുന്നത് സത്യമാണെന്നും കൂടുതൽ പേർ ഇനിയും കുടുങ്ങാനുണ്ടെന്നും സുനി പറഞ്ഞു. പറയുന്നതെല്ലാം കള്ളമാണല്ലോ സുനി. ഇന്ന് പറയുന്നല്ലോ നാളെ പറയുന്നത്. ഞാൻ മാറ്റി പറയണമെന്നില്ല. സുനി ഇനി സ്രാവുകളല്ലോ ഉണ്ടോ? സുനി ഇനി സ്രാവ് വഴി വരും. യുവനടിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്ന പരാതിയിൽ സംവിധായകൻ ജീൻ പോൾ ലാലിനെതിരെയും നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെയും പനങ്ങാട് പോലീസ് കേസെടുത്തു. അഭിനയിച്ചതിന് പ്രതിഫലം ആവശ്യപ്പെട്ടപ്പോൾ അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്ന യുവനടിയുടെ പരാതിയിലാണ് കേസ്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും യുവനടി സാഹചര്യം മുതലെടുക്കുകയാണെന്നും സംവിധായകൻ ലാൽ പ്രതികരിച്ചു. ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത ഹണി ബി 2 ചിത്രത്തിൽ അഭിനയിച്ച യുവനടിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അഭിനയിച്ചതിന് പ്രതിഫലം ചോദിക്കാനെത്തിയപ്പോൾ കൊച്ചി പനങ്ങാട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ജീൻ പോളും സുഹൃത്തുക്കളായ നടൻ ശ്രീനാഥ് ഭാസി, അനൂപ്, അനിരുദ്ധ് എന്നിവർ അപമര്യാദയായി സംസാരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. അഭിനയിച്ചതിന് പ്രതിഫലവും നൽകിയില്ലെന്നും പരാതിയിലുണ്ട്. പരാതിക്കാരിയുടെ മൊഴിയെടുത്ത പോലീസ് ജീൻ പോൾ ലാൽ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തു. വഞ്ചനാകുറ്റത്തിനും സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിനുമാണ് കേസ്. വരും ദിവസങ്ങളിൽ ഇവരെ പോലീസ് ചോദ്യം ചെയ്യും. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരി സാഹചര്യം മുതലെടുക്കുകയാണെന്നും ജീൻ പോളിന്റെ പിതാവും സംവിധായകനുമായ ലാൽ പ്രതികരിച്ചു. ആ സ്ക്രിപ്റ്റ് നമ്മൾ ഇവള് പോയത് കൊണ്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം, പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള പടത്തിന് വന്നിട്ടുള്ള ഭാഗം എല്ലാം കാണിച്ചു. അപ്പോൾ അവിടെ പോലീസ് ഓഫീസേഴ്സ് തന്നെ പറഞ്ഞു ഇതിനെന്ത് ഇത്ര കേസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണം. പിന്നെ ജീനും അനൂപും TV-യിൽ വന്നിരുന്ന മാപ്പ് പറയാൻ വേണമെന്ന് പറഞ്ഞു. നമ്മൾ പള്ളി പറഞ്ഞാൽ മതി. കേസിനെ നിയമപരമായി നേരിടുമെന്നും ലാൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന കേസിൽ കോവളം MLA എം വിൻസെന്റിനെ 1 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നെയ്യാറ്റിൻകര കോടതിയുടേതാണ് ഉത്തരവ്. വിൻസെന്റിനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ജീവൻകുമാർ ചേരുകയാണ്. ജീവൻ, മാധ്യമപ്രവർത്തകരെ വെട്ടിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇനി എപ്പോഴെങ്കിലും ഇന്ന് തന്നെ ഒരുപക്ഷെ തെളിവെടുപ്പിനായി സ്ഥലത്തെത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അഞ്ജു, നമ്മളടക്കമുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകരും ഇപ്പോൾ ബാലരാമപുരത്തെ പീഡനം നടന്ന വീട്ടമ്മയുടെ വീടിന് മുന്നിലാണുള്ളത്. ഇവിടേക്ക് വിൻസെന്റിനെ കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് പൊതുവിൽ മാധ്യമപ്രവർത്തകർക്കുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും, ഔദ്യോഗികമായ വിവരങ്ങളും പോലീസ് ഇതുവരെ നമ്മളോട് പങ്കുവച്ചിട്ടില്ല. എപ്പോഴാണ് ഇവിടെ MLA കൊണ്ടുവന്ന് തെളിവെടുക്കുക എന്നത് കൃത്യമായൊരു ധാരണ ഇപ്പോഴും പോലീസിൽ തന്നെ ഉയർത്തിയിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നെടുമങ്ങാട് DYSP ഓഫീസിലുള്ള എം വിൻസെന്റിനെ DYSP R ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് ഉച്ചയോടുകൂടി നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ എം വിൻസെന്റിനെ ഒരു ദിവസത്തേക്കാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം. എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ടായിരുന്നു എം വിൻസെന്റുമായി പോലീസ് വളരെ വേഗം ആദ്യം കാട്ടാക്കടയിലും പിന്നെ നെയ്യാ ഡാമിലും തുടർന്ന് നെടുമങ്ങാട് തന്നെയുള്ള മറ്റൊരു ഓഡിറ്റോറിയത്തിലും അതേ തുടർന്ന് നെടുമങ്ങാട് DYSPയുടെ ഓഫീസിലും എത്തിച്ചത്. തുടർന്ന് ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. എപ്പോഴാണ് ഇവിടേക്ക് പീഡനം നടന്ന വീട്ടിലേക്ക് എത്തിച്ച് അദ്ദേഹത്തെ തെളിവെടുക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അഞ്ജു, ജീവൻ, കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് കൂടി ലഭിച്ചതായി അറിയാൻ കഴിയുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. ശാസ്ത്രീയ തെളിവുകൾ പലതും ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം MLAയുടെ വോയിസ് അടക്കമുള്ളവ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം MLAയുടെ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കണം. ഒപ്പം പീഡനം നടന്ന ദിവസം
MLA ധരിച്ച വസ്ത്രങ്ങൾ, പീഡിപ്പിച്ച ദിവസം MLA ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കൂടി ഇതിന്റെ അകത്ത് ശേഖരിച്ചു എങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ പൂർത്തിയാവത്തുള്ളൂ. അതുകൊണ്ട് MLAയെ കസ്റ്റഡിയിൽ വേണമെന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം. പീഡനം 2 ദിവസങ്ങളിലായി നടന്നു എന്നതാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയിൽ പ്രധാനമായും പോലീസ് എടുത്തു പറയുന്നത്. അഞ്ജു, ശരി, വ്യക്തമാണ്. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കോവള MLA M വിൻസെന്റിനെതിരായ പോലീസ് നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും UDF യോഗത്തിന്റെയും KPCC യോഗത്തിന്റെയും തീരുമാനം. M വിൻസെന്റിന് രാഷ്ട്രീയപരമായ എല്ലാ പിന്തുണയും നൽകാനും ഇരു യോഗത്തിലും ധാരണയായി. അതേസമയം M വിൻസെന്റിനെതിരെ സംഘടനാപരമായ നടപടി സ്വീകരിച്ചതിലെ അതൃപ്തി ഉമ്മൻചാണ്ടി KPCC യോഗത്തെ അറിയിച്ചു. മെഡിക്കൽ കോഴ വിഷയത്തിൽ BJPക്കെതിരെ സമരപരിപാടികൾ നടത്താനും KPCC UDF യോഗങ്ങൾ തീരുമാനിച്ചു. കോവളം MLA വിൻസെന്റിനെതിരെയുള്ള പോലീസ് നടപടിയാണ് കന്റോൺമെന്റ് ഹൌസിൽ ചേർന്ന UDF യോഗവും ഇന്ദിരാഭവനിൽ ചേർന്ന KPCC യോഗവും ചർച്ച ചെയ്തത്. M വിൻസെന്റ് MLAക്കെതിരെയുള്ള പോലീസ് നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് UDF യോഗം വിലയിരുത്തി. വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും UDF യോഗം തീരുമാനിച്ചതായും കൺവീനർ PP തങ്കച്ചൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ പ്രേരിതമായി മാർക്സിസ്റ്റ് പാർട്ടി മുൻകൈയെടുത്ത് കൂടി ആലോചിച്ച് വിൻസെന്റിനെയും UDFനെയും താറടിച്ച് കാണിക്കാൻ വേണ്ടി പാർലമെന്റ് പാസാക്കിയിട്ടുള്ള സ്ത്രീരക്ഷ ആ നിയമം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. വിൻസെന്റ് MLA കുറ്റക്കാരനല്ലെന്ന് KPCC യോഗവും വിലയിരുത്തി. വിൻസെന്റ് MLA അറസ്റ്റ് ചെയ്ത നടപടി അസാധാരണമാണെന്നും അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് ചാർജ് ചെയ്തത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണെന്നും കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. അതേസമയം വിൻസെന്റിനെതിരെ സംഘടനാ നടപടി സ്വീകരിച്ചതിലെ അതൃപ്തി ഉമ്മൻചാണ്ടി KPCC യോഗത്തെ അറിയിക്കുകയും യോഗത്തിൽ പങ്കെടുക്കാതെ മടങ്ങുകയും ചെയ്തു. എന്നാൽ വിഷയം ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരോട് ചർച്ച ചെയ്തിരുന്നുവെന്നാണ് MM ഹസൻ അറിയിച്ചത്. BJP നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴ അഴിമതിയിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് UDF ആവശ്യപ്പെടുന്നു. ഈ വിഷയത്തിൽ ജുഡീഷ്യൽ നിരീക്ഷണത്തോടെയുള്ള CBI അന്വേഷണമാണ് വേണ്ടതെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. BJP വിഷയത്തിൽ രാജ്ഭവൻ മാർച്ചും ജില്ലാ മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണകളും സംഘടിപ്പിക്കാനും UDF KPCC യോഗങ്ങളിൽ തീരുമാനമെടുത്തു. BDJS NDAയിൽ നിന്ന് പുറത്തു വന്നാൽ UDFൽ എടുക്കുന്ന കാര്യം അപ്പോൾ ആലോചിക്കുമെന്നും MM ഹസൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന മെഡിക്കൽ കോഴ അഴിമതിയിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കി BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. മെഡിക്കൽ കോഴ അഴിമതിയിൽ പാർട്ടിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പിന് ഒരു BJP പ്രവർത്തകൻ ശ്രമിച്ചു എന്നത് വസ്തുതയാണെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നടപടി സ്വീകരിച്ചുവെന്നും കുമ്മനം രാജശേഖരൻ പ്രവർത്തകർക്ക് അയച്ച കത്തിൽ പറയുന്നു. ഇനിയും ചില ഇത്തിൽ കണ്ണികൾ പാർട്ടിയിലുണ്ടെന്നും അവയെയും ഇല്ലാതാക്കുമെന്നും കുമ്മനം പ്രവർത്തകർക്ക് കത്തിലൂടെ ഉറപ്പു നൽകുന്നു. മെഡിക്കൽ കോഴ അഴിമതിയുടെ പേരിൽ പാർട്ടിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും കുമ്മനം കത്തിൽ വ്യക്തമാക്കി. വ്യവസായി KT റബിയുള്ളയെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ച സംഭവത്തിൽ BJP ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അസ്ലം ഗുരുക്കളും കൂട്ടാളികളും അറസ്റ്റിൽ. 7 പേരാണ് പോലീസ് പിടിയിലായത്. റബിയുള്ളയുടെ അടുത്ത സുഹൃത്തായ തന്നെ ബന്ധുക്കൾ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് അസ്ലം ഗുരുക്കൾ ആരോപിച്ചു. സൈനിക കോഴ തട്ടിപ്പിൽ BJP നേതാവ് MP രാജൻ കോഴ വാങ്ങിയതായി സ്ഥിരീകരണം. കക്കട്ടിലെ BJP പ്രവർത്തകനായ അശ്വന്തിൽ നിന്നും MP രാജൻ പണം വാങ്ങിയതായി ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി P രാജേഷ്. കോഴയല്ല റിക്രൂട്ടിംഗ് ഏജൻസിക്കുള്ള ഡൊണേഷൻ ആണെന്നും വിശദീകരണമുണ്ട്. രാജേഷിന്റെ ശബ്ദരേഖ പീപ്പിൾ TV പുറത്തുവിട്ടു. വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ ദൃശ്യമാധ്യമങ്ങളിലെ ജേർണലിസ്റ്റുകളെ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്ന് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രി സ്മൃതി ഇറാനി മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പു നൽകി. ഡൽഹിയിൽ സ്മൃതി ഇറാനിയെ കണ്ട് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നിവേദനം നൽകിയിരുന്നു. വാർത്താവിനിമയത്തിൽ ദൃശ്യമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും മർമ്മപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്. ഇത് കണക്കിലെടുത്ത് നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. BJP നേതാവ് PK കൃഷ്ണദാസിന് താൻ 2013 1 കോടി രൂപ നൽകിയെന്ന സുധീഷ് മിന്നിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വിദേശ മലയാളിയും വ്യവസായിയുമായ K മുരളീധരൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ പ്രവർത്തന ഫണ്ടായി 5 ലക്ഷം രൂപ മാത്രമാണ് താൻ നൽകിയിട്ടുള്ളൂ എന്ന് മുരളീധരൻ വ്യക്തമാക്കി. പീപ്പിൾ TVയിൽ ചർച്ചയിൽ പങ്കെടുത്ത സുധീഷ് മിന്നി മുരളീധരനെതിരെ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് മുരളീധരന്റെ വിശദീകരണം. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
ശാസ്ത്രപണ്ഡിതനും വൈജ്ഞാനികനുമായ പ്രൊഫസർ യശ്പാൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നോയിഡയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ നടപ്പാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയായിരുന്നു പ്രൊഫസർ യശ്പാൽ. ശിശുവിദ്യാഭ്യാസ രംഗത്തും നിർണായകമായ സംഭാവനകൾ നൽകിയ ഇദ്ദേഹത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, മാക്രോണി അവാർഡുകൾ നൽകി ആദരിച്ചിട്ടുണ്ട്. കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആദായ നികുതി ദിനം ആചരിച്ചു. കവടിയാർ ആയാക്കർ ഭവനിൽ നടന്ന പരിപാടി എം സമ്പത്ത് IRS ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് KR ഉദയഭാനു, റിട്ടയർഡ് IRS R മോഹനൻ, സൂര്യകൃഷ്ണമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി ജീവനക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു.